ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഈ ബിൽ പാസ്സാകുന്നതിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറൽ തത്വങ്ങളെയാണ്. ഫെഡറലിസത്തെ തകർത്ത് തീർത്തും യൂണിറ്ററി അഥവാ ഏകായത്ത സംവിധാനത്തിലേക്ക് രാഷ്ട്രത്തെ എത്തിക്കുക എന്നതാണ് കേന്ദ്ര ഭരണകക്ഷിയുടെ ലക്ഷ്യം. സംസ്ഥാനങ്ങളുടെ അവശേഷിക്കുന്ന അധികാരങ്ങൾ കൂടി കവർന്നെടുത്ത് തീർത്തും കേന്ദ്രീകരിച്ച് ഏകായത്തത്തിൽ നിന്നും ഏകാധിപത്യത്തിലേക്കും സർവാധിപത്യത്തിലേക്കും എത്തിക്കാനുള്ള ശുദ്ധ പദ്ധതിയാണിത്. ഫെഡറലിസത്തോടൊപ്പം ജനാധിപത്യവും ഇല്ലാതാകുന്നതാണ് ഈ നിയമം. രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി നൽകിയ റിപ്പോർട്ട് അതേപടി അംഗീകരിച്ചാണ് ബിൽ പാർലമെന്റിലേക്ക് കൊണ്ടുവരുന്നത്. 2034 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം മാത്രമേ ഇത് പ്രാബല്യത്തിൽ വരൂ എന്നാണ് ഇപ്പോഴത്തെ നിലയിൽ കണക്കാക്കുന്നത്. അതായത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സംഖ്യ കാഴ്ചപ്പാടാണിതെന്ന് വ്യക്തം. തെരഞ്ഞെടുപ്പിൽ സാധാരണ നിലയിൽ പാർലമെന്റിലേക്കായാലും നിയമസഭയിലേക്കായാലും വ്യത്യസ്ത രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുക. അതായത് ഓരോ തെരഞ്ഞെടുപ്പും വ്യത്യസ്ത വിഷയങ്ങളും അജണ്ടകളുമായിരിക്കും. രണ്ടും ഒന്നിച്ച് നടത്തുന്നതോടെ സംസ്ഥാന വിഷയങ്ങൾ ചർച്ചയാകാതിരിക്കുകയും കേന്ദ്ര വിഷയങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകുകയും ചെയ്യും. ഇത് സംസ്ഥാനങ്ങളുടെ വികസന താല്പര്യങ്ങളെയാണ് തകർത്തെറിയുക. സംസ്ഥാനങ്ങൾ കേന്ദ്ര ഭരണത്തിന് കീഴിലെ വെറും സമാന്തര പ്രദേശങ്ങളായി മാറും. ഇത് ഏറ്റവും പ്രതികൂലമായി ബാധിക്കുക സമസ്ത മേഖലകളിലും ഏറെ മികച്ചു നിൽക്കുന്ന കേരളത്തിനായിരിക്കും. 2034 നിയമം പ്രാബല്യത്തിൽ വരിക എന്ന് പറഞ്ഞുവല്ലോ. ഇത് കേരളത്തെ മുൻനിർത്തി പരിശോധിക്കാം. കേരള നിയമസഭയിലേക്ക് നിലവിലുള്ള നില വെച്ച് 2026 2031 തിരഞ്ഞെടുപ്പ് വരിക. അപ്പോൾ 2031 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിൻ്റെ കാലാവധി 2036 അവസാനിക്കുന്നതിന് പകരം 2034 തന്നെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമോ? അതോ 2031 കാലാവധി അവസാനിച്ചാൽ 2034 വരെ തെരഞ്ഞെടുപ്പ് നടത്താതെയും രാഷ്ട്രപതി ഭരണമാകുമോ? അതോ ഈ സമയത്ത് തുടരുന്ന സർക്കാരിനെ 2034 വരെ തുടരാൻ അനുവദിക്കുമോ? ഇതിലേതായാലും ജനാധിപത്യത്തിന് പകരം രാഷ്ട്രപതി ഭരണമെന്ന സമാന്തര ഭരണമാകും. രാഷ്ട്രപതിക്ക് വേണ്ടി ഗവർണറും ഗവർണർ നിയോഗിക്കുന്ന ഉപദേശികളും നടത്തുന്ന ഭരണം. കേന്ദ്ര ഭരണകക്ഷി പിൻവാതിലൂടെ സംസ്ഥാന ഭരണം പിടിച്ചെടുക്കുന്ന അത്യന്തരം ജനാധിപത്യ വിരുദ്ധ നിലപാട്. ഇത്തരം അവസരങ്ങളിൽ ജനപ്രതിനിധി ഇല്ലാതെ അസംബ്ലി മണ്ഡലങ്ങൾ അനാഥമാകും, വികസനം നോക്കുകുത്തിയാകും. സമാനമായി ഒരു ജനപ്രതിനിധി മരിക്കുകയോ രാജിവെക്കുകയോ ചെയ്താൽ എന്താകും സ്ഥിതി? കൂട്ടുകക്ഷി ഭരണമാണ് കേന്ദ്രത്തിലും രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും. ഈ കക്ഷികൾ പിന്തുണ പിൻവലിക്കുകയും ഭരണകക്ഷിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും ചെയ്താൽ 5 വർഷം തികയാൻ കാത്തിരിക്കുമോ? അതോ കാലുമാറ്റവും കൂറുമാറ്റവും വഴി ഭരണം പിടിക്കലാകുമോ പോംവഴി? എങ്ങനെ വന്നാലും ഇല്ലാതാകുന്നത് ജനാധിപത്യത്തിൻ്റെ അന്തസത്തയാണ്. ഇങ്ങനെ ജനാധിപത്യവും ഫെഡറലിസവും തകർക്കുന്ന ഈ ഭരണഘടനാ വിരുദ്ധ നിയമനിർമ്മാണത്തെ ചെറുത്ത് തോൽപ്പിച്ചേ മതിയാകൂ.